കേരളത്തിലെ പ്രധാന നേതാവായി മാറാൻ രാജീവ് ചന്ദ്രശേഖർ വലിയ ശ്രമം നടത്തുന്നു. അങ്ങനെ നടന്നാൽ മാത്രമേ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റം സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിഷയം എങ്കിൽ കേന്ദ്രത്തിലേക്ക് നടന്ന അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും സാഹചര്യങ്ങൾ ലേശം വ്യത്യസ്തമാണ്. അതിനു മുൻപ് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കണം. അപ്പോൾ പുതിയ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം, രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ അഗ്നി പരീക്ഷ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും. BJP എന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എന്നത്, കേരളത്തിൽ ഉൾപ്പെടെ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എന്നത് കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ സഹായത്തോടുകൂടി സമർത്ഥിക്കാൻ സാധിക്കും. കാരണം ഇത് LDFന്റെ ഭാഗത്ത് നിന്ന് വോട്ട് ചോർച്ച സംഭവിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. UDFനും ചെറിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ട്. ഇത് രണ്ടും എത്തിച്ചേരുന്നത് BJPയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ 20% വോട്ട് സമാഹരിക്കാൻ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കഴിയുന്നു BJPക്ക്. അത് പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പോൾ ജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് BJPക്ക് നന്നായിട്ട് അറിയാം. അല്ല, അതിന് മുൻപുള്ള വഴിയാണ് തദ്ദേശ. അവിടെയാണ് ഈ ഭരണത്തിലെത്തണം. ഇതിപ്പം ഒരു MLA സൃഷ്ടിച്ചത് കൊണ്ടോ ഒരു MP സൃഷ്ടിച്ചു ഇനി BJPക്ക് ആ രീതിയിൽ തെളിയിക്കേണ്ടതില്ല. നേമത്തിൽ നിന്നൊരു MLA ഉണ്ടായി, O രാജഗോപാൽ. തൃശ്ശൂരിൽ നിന്നൊരു MP ഉണ്ടായി, അത് സുരേഷ് ഗോപി. അതിനു മുൻപ് തന്നെ പണ്ടത്തെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും PC തോമസ് എന്ന ഒരു MP ഉണ്ടായി, IFDPയുടെ BJP പിന്തുണയോടുകൂടി. അപ്പൊ NDAക്ക് ഈ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 വിജയങ്ങൾ ചരിത്രപരമായി വേണമെങ്കിൽ BJPക്ക് ക്ലെയിം ചെയ്യാം. രാജ്യസഭയിലേക്കുള്ളത് വേറൊരു തരം തെരഞ്ഞെടുപ്പാണ്, നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, ഏതാനും പഞ്ചായത്തുകൾ അതിലേക്ക് ഭരണത്തിൽ വരാൻ സാധ്യതാപരമായി സാധിക്കും. അതുപോലെ ചില നഗരസഭകളുടെ ഇപ്പോൾ നിലവിലുള്ളത് ഒരു പാലക്കാട്, പന്തളം നഗരസഭകളുടെ നിയന്ത്രണമാണ്. അവിടെയും ചില തർക്കങ്ങളുണ്ട്. പാലക്കാട് വലിയ തോതിലുള്ള തർക്കമുണ്ട്. നഗരസഭാ തർക്കമേ ഉള്ളൂ. നഗരസഭാ അധ്യക്ഷ BJPയുടെ തന്നെ നേതാവ് പ്രമീള ശശിധരനെതിരെ അവിടുത്തെ കൃഷ്ണകുമാർ പക്ഷവും മറ്റും ചന്ദ്രഹാസം ഇളക്കുന്ന കാഴ്ച, വളരെ അസുഖകരമായ ഒരു അന്തരീക്ഷമാണ് പാലക്കാട് സൃഷ്ടിക്കുന്നത്. പന്തളത്തും അതുപോലെ തന്നെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് പുറത്തുപോയി, തർക്കത്തിന് പുറത്തുപോയി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിടുകയാണ്. പ്രമീള ശശിധരൻ എത്രയോ റിസ്ക് എടുത്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി വഴി തടയണം, അല്ലെങ്കിൽ MLA എന്ന നിലയിലുള്ള ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും തടസ്സം നിൽക്കണമെന്ന് ഇടതുപക്ഷവും BJPയും ഒരുപോലെ പറയുമ്പോൾ ഒരു ചടങ്ങിൽ MLAക്ക് തീർച്ചയായിട്ടും പ്രോട്ടോകോൾ അനുസരിച്ച് ചടങ്ങിനെ സ്വീകരിക്കപ്പെടാനും ക്ഷണിക്കപ്പെടാനുമുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഒപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒപ്റ്റിക്സിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും നഗരസഭാ അധ്യക്ഷ BJPക്കാരിയായ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും കൂടി നടന്നു വരിക, വളരെ സ്വാഭാവികമായ ചങ്ങാതിമാരെ പോലെ നടന്നു വരിക. ഇത് ഒട്ടും ദഹിക്കുന്നില്ല BJPയുടെ ആ പാലക്കാട് നേതൃത്വത്തിന്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അതിശക്തമായ വിയോജിപ്പ് അറിയിക്കുകയാണ്. അപ്പം അവിടെ വലിയൊരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷമുണ്ട്. ഇതൊക്കെ നഗരസഭാ കയ്യിലിരിക്കുന്ന ഒരു നഗരസഭ കൈവിടുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. 2, അതിനേക്കാൾ പ്രധാനമാണ് ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ. 2015 തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ സാന്നിധ്യം കാട്ടി. 2020 ഏതാണ്ട് അതേ നമ്പർ, എനിക്ക് തോന്നുന്നു 35 സീറ്റുകൾ വീതമാണ് 2015. അപ്പം 35 എന്ന 100-ൽ പരം സീറ്റുകളുള്ള കോർപ്പറേഷനിൽ 103 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ. അതിൽ 35 സീറ്റുകൾ എന്ന് പറയുന്നത് 1/3 മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്നും 2020 മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 35 തറച്ച് നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 52 സീറ്റുകളും 12 സ്വതന്ത്രന്മാരുടെ പിന്തുണയും എല്ലാം ഉണ്ട്. കോൺഗ്രസ് വല്ലാതെ നിറം കിട്ടു. 17 സീറ്റിൽ നിന്നും 11 സീറ്റിലേക്ക് താഴുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും തീരദേശ മേഖലയാണ്. ലത്തീൻ കത്തോലിക്ക മേധാവിത്വമുള്ള തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലയിലെ നഗരമണ്ഡലങ്ങൾ, അവിടെയൊക്കെ BJP വലിയ തോതിലുള്ള കടന്നുകയറ്റങ്ങൾ നടത്തി. അതിന് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഒരു സാന്നിധ്യം അവിടെ തീർച്ചയായും വേണമെങ്കിൽ കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാകുമ്പോൾ BJPക്ക് മാത്രമല്ല, ചിലപ്പോൾ ഇടതുപക്ഷത്തിനും അതിന് നേട്ടം ഇൻഡയറക്റ്റായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ്. 35-ൽ നിന്നും 50-55-ലേക്കും വിജയത്തിലേക്കും കോർപ്പറേഷൻ ഭരണത്തിലേക്കും BJP എത്തുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് BJP കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷെ അത് സാധിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടി, ഓരോ വാർഡിലും ഒന്നിലധികം മത്സരാർത്ഥികൾ വലിയ അർഹത പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. ഏത് ജനാധിപത്യ പാർട്ടിയെ പോലെ, ഏത് മാസ് പാർട്ടിയെ പോലെ വലിയ രീതിയിലുള്ള പടലപിണക്കങ്ങൾ BJPക്ക് അകത്തുമുണ്ട്. അത് ഇവിടെയാണ് ഇല്ലാത്തത്. കേഡർ സംവിധാനമൊക്കെയാണെന്ന് പറയുമ്പോഴും CPM-നും ഉണ്ട് ഇത് തന്നെ. പക്ഷെ അവർക്കൊരു പരിഹരിക്കാനൊരു സംവിധാനമുണ്ട്. ഒരുതരം ഏകാധിപത്യ രീതിയിൽ അതിനെ അടിച്ചമർത്തി. പക്ഷെ BJPക്ക് ആ രീതിയിൽ സാധിക്കുന്നില്ല. അവിടെ നിന്നുകൊണ്ട് വേണം BJPയുടെ കേരളത്തിലെ ഉന്നത നേതൃത്വത്തിന്റെ ചില നിലപാടുകളിലേക്കും വാക്കുകളിലേക്കും. ഇപ്പോൾ ഡിഫാക്ടോ ഉന്നത നേതൃത്വം കേന്ദ്രം ഇടപെട്ട് കർണാടകത്തിൽ വേരുകളുണ്ടായിരുന്ന മലയാളിയായ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് നിയോഗിക്കുകയാണ്. ഒരു പരിധിവരെ ഈ V. മുരളീധരനും K. സുരേന്ദ്രനും ഒക്കെ നയിക്കുന്ന ഒരു ഗ്രൂപ്പും PK കൃഷ്ണദാസ് നയിക്കുന്ന മറ്റൊരു ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ചക്രവർത്തി പോരാട്ടം പരിധി വിട്ട് പോകാതിരിക്കാനുള്ളൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്ന നിലയിലാവാം രാജീവ് ചന്ദ്രശേഖരൻ, മാത്രമല്ല വികസന നായകൻ എന്ന ഒരു പരിവേഷം ചേഞ്ച് കൊണ്ടുവരാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഗംഭീരമായ പോരാട്ടമാണ്. അദ്ദേഹം ശശി തരൂരുമായി രണ്ടുപേരും വിശ്വപൗരന്മാർ തന്നെയാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം പൊട്ടിപ്പാറുന്ന പോരാട്ടമാണ്. അവസാന നിമിഷം ഈ തീരദേശ മേഖലയിലെ പൊതുജനത്തിനിടയിൽ അങ്ങനെ ഒരു തോന്നൽ വരുത്തിയിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സമരങ്ങളിൽ ആളുകളുടെ വർധനമുണ്ടാകുന്നു, കൃത്യമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. പ്രത്യേകിച്ച് ആ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ നേതാക്കളാണെങ്കിൽ അവിടം കൊണ്ട് തീരുമായിരുന്നു ക്രൈസ്തവ വോട്ടുകൾ. പക്ഷെ അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന രീതിയിലേക്കുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തതിന്, പ്രസിഡന്റ് പദം ഏറ്റെടുത്തതിന് ശേഷം വന്ന ഏറ്റവും വലിയ ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട്. നോക്കൂ, തിരുവനന്തപുരം മണ്ഡലം പോട്ടെ, അവിടെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് ഇല്ലെന്നല്ല. പക്ഷേ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആ ഒരു മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ, അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ, അതായത് കത്തോലിക്ക വോട്ടുകളും കത്തോലിക്ക ഇതര ക്രൈസ്തവ വോട്ടുകളും എല്ലാം തന്നെ കുറെയെങ്കിലും സ്വാംശീകരിക്കാൻ കഴിയണം. അതിന് പറ്റുന്ന രീതിയിൽ 2-3 പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കൾ ഇപ്പോൾ BJPക്ക് ഉണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും. അത് PC ജോർജിന്റെ മകൻ, PC ജോർജ് തന്നെയുണ്ട്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വലിയ രീതിയിൽ വളർന്നു വരികയാണ്. അനൂപ് ആന്റണി, മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു യുവമുഖമായ ABVP-യിലൂടെയും യുവമോർച്ചയിലൂടെയും ഒക്കെ വളർന്നു വന്ന ഒരു യുവ നേതാവാണ് അനൂപ്. അപ്പം അനൂപ് ആന്റണി മുതലായ നേതാക്കൾ അവിടെ, അത് മാത്രമല്ല കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒരു ക്രൈസ്തവ മുഖത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ അത്രയൊക്കെ BJP ചെയ്യുമ്പോഴും അവിടെ ഛത്തീസ്ഗഡിൽ നടന്ന, മധ്യപ്രദേശും ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ ക്രൈസ്തവ മിഷണറിമാർക്കും കന്യാസ്ത്രീമാർക്കും ഒക്കെ എതിരെ നടക്കുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഡിസ്പ്രപ്പോർഷനേറ്റായി ബ്ലോട്ട് ചെയ്ത് വലിയ ഒരു സമ്മർദ്ദമാണ് BJPക്ക് ഇവിടെ സൃഷ്ടിച്ചത്. അത് ഫയർ ഫൈറ്റിംഗ് വാസ് ഡൺ ബ്യൂട്ടിഫുള്ളി ബൈ രാജീവ് ചന്ദ്രശേഖർ. അവിടെ ഡാമേജ് വാസ് ഡൺ, അതിന് സംശയമൊന്നുമില്ല. ഒരു ഡാമേജ് ഉണ്ടായി, ക്രൈസ്തവ മനസ്സുകൾ വ്രണപ്പെട്ടു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരുടെ ഒരു തന്ത്രപരമായ ഇടപെടൽ, അദ്ദേഹം എമിസറീസിനെ അയച്ചു, അവിടേക്ക് അയച്ചു, കാര്യം വഷളാകുന്നതിൽ നിന്നും കാത്തു സൂക്ഷിച്ചു. അവിടെയാണ് ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആ പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ മധ്യ കേരളത്തിൽ BJP കടന്നു കയറിയേ ആവാത്തൊരു രീതിയിൽ നിന്നും ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് ചാൻസ് എന്ന നിലയിലേക്ക് ചില പഞ്ചായത്തുകൾ, ചില നഗരസഭകൾ ഒക്കെ മാറിയിരിക്കുന്നു. പിന്നെ ട്രഡീഷണൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന മേഖലകളാണ്. കേരളത്തിലെ BJPയുടെ ചില നിലപാടുകളുണ്ടല്ലോ, ഈ മതത്തെക്കുറിച്ച് സംസാരിക്കുക, അതിൽ നിന്ന് മാറി ഇപ്പോൾ വികസനം എന്ന ഒറ്റ വാക്കിലേക്ക് ചുരുക്കാൻ, നേതാക്കളെ എത്തിക്കാൻ, പ്രവർത്തകരെ എത്തിക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒരു രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ കാണുന്നത് ഒരു ടോട്ടലി പൊളിറ്റിക്കൽ ക്ലാസ് എന്ന നിലയിലല്ല. ഇത് ബിസിനസ് മാൻ, BPL കമ്പനിയുടെ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു, പണം കണ്ട് വളർന്ന ഒരാൾ. അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളുടെ, ഇപ്പൊ ഭൂമി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെ നാൾവഴികളും ചിത്രവും ഒക്കെ നോക്കിയാൽ മറ്റ് പലതിൽ നിന്നും കാര്യങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി വരുന്ന ഒരുപിടി ആരോപണങ്ങളാണ്. എല്ലാവരും അത് ഏറ്റെടുത്തിട്ടില്ല എന്നൊന്നും ഓർക്കണം. ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു, അത് മറ്റു പല കാരണങ്ങളാലാണ്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം, അതായത് എപ്പോഴും ഈ ചതുരംഗ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ വെട്ടണം, രാജാവിനെ വെട്ടാൻ ചെക്ക് പറയാൻ കഴിഞ്ഞാൽ പിന്നെ കളി തോറ്റു എന്നതാണ്. അപ്പം അവിടെ രാജീവ് ചന്ദ്രശേഖർ പൊതുവെ വൾണറബിൾ അല്ല. മറ്റെല്ലാ നേതാക്കൾക്കും ഏതെങ്കിലും ഒരു ആരോപണം, അല്ലെങ്കിൽ അഴിമതി ആരോപണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ ചാർജസ് ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ പൊതുവെ കേരളത്തിൽ
സുപരിചിതൻ എന്ന് പറയാനാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം സുപരിചിതനായിരുന്നത്. 2 പ്രാവശ്യം രാജ്യസഭയിൽ പോയുവെങ്കിലും അത് കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നില്ല, കർണാടകത്തിൽ നിന്നാണ്. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കേരളത്തിന് പ്രയോജനപ്പെടും, BJPക്ക് പ്രയോജനപ്പെടും. BJPയിലെ പടലപണക്കങ്ങൾ അവസാനിക്കും. വികസനമാണ് മുദ്രാവാക്യം. കാരണം എത്ര ആവർത്തി UDFനും LDFനും കേരള ജനത അവസരം കൊടുത്തതാണ്. ഇപ്പോൾ BJP ചോദിക്കുന്നത് ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അവസരം തരൂ, പാലക്കാട് ഒരു അവസരം കൂടെ തരൂ, തൃശ്ശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപിക്ക് നൽകാമെങ്കിൽ സീറ്റ്, ലോക്സഭാ സീറ്റ് നൽകാമെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ തങ്ങൾക്ക് നൽകിക്കൂടെ, ഇതാണ് ചോദിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ഓൾറെഡി ലഭിച്ച അവസരങ്ങൾ ഭംഗിയായി നിർവഹിച്ചു എന്ന ബാലൻസ് ഷീറ്റിൽ കാണണം. 2, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി. വികസനം എന്നത് മാത്രം കൊണ്ട് ആ പരിപ്പ് മാത്രം വേവില്ലല്ലോ. വികസനം തദ്ദേശീയമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വാർഡ് തലത്തിൽ വികസന കമ്മിറ്റികൾ രൂപീകരിക്കുകയും സംഘടനാ ജില്ലകൾ അല്ലേ, ഈ 28 സംഘടനാ ജില്ലകളായി 30 സംഘടനാ ജില്ലകളായി കേരളത്തെ വീതിക്കുകയാണ്. ഒരു ജില്ല എന്നത് 2-3 ജില്ലകളായിട്ട് സംഘടനാ ജില്ലകളായി ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ BJPക്ക് പ്രവർത്തനം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ BJP മിടുക്ക് കാണിക്കുന്നു. പക്ഷെ അത് മതിയാവുമോ? വലിയ ചലനങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ അൺടെസ്റ്റഡ് പേഴ്സണാലിറ്റിയാണ് അല്ലേ. കേരളത്തിൽ ഒരിക്കലും ഭരണത്തിൽ ഒരു രീതിയിലും അദ്ദേഹം ഭരണത്തിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അദ്ദേഹം മലയാളം തന്നെ അദ്ദേഹത്തിന് അനർഗളമായി വഴങ്ങുന്ന ഒരു ഭാഷയല്ല എന്നോർക്കണം. തരൂരിനും അങ്ങനെ തന്നെയായിരുന്നു. തരൂർ പെട്ടെന്ന് കാച്ചപ്പ് ചെയ്തു, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു, അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു. ആ ഒരു തരൂർ മാജിക് രാജീവ് ചന്ദ്രശേഖരന് BJPയിൽ നിന്നുകൊണ്ട് ആവർത്തിക്കാനാവുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.